ഹേ ഫോക്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞ ഡബിൾ സിലിണ്ടർ സ്പോർട്സ് ബൈക്കാണ്. ദി ഇറ്റാലിയൻ ബ്രാൻഡ് ഇന്ത്യൻ മാനുഫാക്ചർഡ് Aprilia RS457. സോ ലെറ്റ്സ് റോൾ. ഇതാണ് വണ്ടിക്കകത്ത് എങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ വണ്ടിക്കകത്തല്ല ആക്ച്വലി ഇരിക്കുന്ന ഫീൽ ചെയ്യുന്നത്. സീറ്റ് ഹൈറ്റ് 800 mm ആണ്. വണ്ടി കുട്ടിയാണ്, ബട്ട് സ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ വണ്ടീൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. നമ്മൾ ഉള്ളിലിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നില്ല. 800 mm ആണ് സീറ്റ് ഹൈറ്റ്, പറഞ്ഞ പോലെ തന്നെ ലെന്ത് സീറ്റാണ്. ലെന്ത് സീറ്റ് ആയതുകൊണ്ട് തന്നെ റൈഡറിന് സ്ലൈഡ് ചെയ്യാൻ എളുപ്പമാണ്. ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എവിടെ വരുമെന്ന് വെച്ചാൽ ട്രാക്കിൽ ഇത് വണ്ടി യൂസ് ചെയ്യുമ്പോൾ ടാങ്കിനോട് ഭയങ്കര ക്ലീൻ ചെയ്യണമെങ്കിൽ ഹഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ സമയങ്ങളിൽ റൈഡറിന് ബാക്കിൽ സ്ലൈഡ് ചെയ്ത് മുന്നോട്ട് ലീൻ ചെയ്ത് ടാങ്കിനെ നല്ല രീതിയിൽ ഹഗ് ചെയ്ത് വളരെ കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പില്ലർ സീറ്റ് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ സ്പോർട്സ് ബൈക്ക് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സൂപ്പർ ബൈക്സ് നോക്കുകയാണെങ്കിലും പില്ലർ സീറ്റ് ഈസ് നോട്ട് ഫോർ കംഫർട്ടബിൾ ഫോർ ജസ്റ്റ് ഫോർ ഷോ എന്ന് പറയാൻ വേണമെങ്കിൽ. അതുകൊണ്ടാണ് മിക്ക സ്പോർട്സ് ബൈക്കിലും പില്ലിൻ്റെ സീറ്റിൽ കവളൊക്കെ വെക്കുന്നത്. സോ ഇനി ഇത് സാധാ പോലെ തന്നെ R15 V3 ഒക്കെ ഉള്ള പോലെ തന്നെ, അല്ലെങ്കിൽ സോറി ഇപ്പോൾ V4 ആണ്, V4 ഉള്ള പോലെ തന്നെ ഒരു ട്രയാങ്കുലർ പീസ്, ഒരു കുട്ടി സീറ്റ്. അതാണ് പില്ലിൻ്റെ അവസ്ഥ. റൈഡറിന് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഹൈറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ സ്ലൈഡ് ചെയ്ത് പോവില്ല. മാത്രമല്ല അതിഭീകരമായ പവറൊന്നുമില്ല. സോ നമുക്ക് നേരെ ഇനി എഞ്ചിനിക്ക് കിടക്കാം. എഞ്ചിനിക്ക് കിടക്കുകയാണെങ്കിൽ 457cc പാരലൽ ട്വിന്നാണ് ധരിക്കുന്നത്. ഡുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ്, ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഈ എൻജിൻ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ 47.6 PS പവറും 43.5 Nm ടോർക്കുമാണ്. ഈ 47.6 PS പവർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ മറ്റൊരു ചീപ്പ് പ്രൈസ്ഡ് പാരലൽ ട്വിൻ, അതായത് റോയൽ എൻഫീൽഡ് ട്വിൻസിനേക്കാളും വെറും 0.6 PS പവർ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ 47 PS പവറും 64 Nm ടോർക്കുമാണ്. ഓൾമോസ്റ്റ് സെയിം പ്രൈസ് റേഞ്ചും സെയിം തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 4.91 ആണ്. ഏപ്രിലേക്ക് മുംബൈയിൽ വരുന്നത് 4.91. സോ നിയർലി കംസ് ടു 5. നമ്മുടെ 650 ടിൻസ് നോക്കുകയാണെങ്കിലും ചില സീരീസ് ആ റേഞ്ചിൽ വരുന്നുണ്ട്, ചിലത് 525, 530, അതായത് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് മോഡൽ എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ കളർ സ്കീം, പെയിൻറ്റ് സ്കീം, അല്ലെങ്കിൽ അതിൽ ട്യൂബ്ലെസ് ടയേഴ്സ്, ഇങ്ങനെ ഡിഫറൻസ് വരുമ്പോൾ അതിനും 525 വരെ പോകുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് സെയിം പ്രൈസ് റേഞ്ചാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു സ്പോർട്സ് ബൈക്കാണ്, പാരലൽ ട്വിന്നാണ്, ട്രാക്ക് ബൈക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ വെറും 0.6 PS പവർ, എന്താണ് ഒരു വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ വ്യത്യാസം എന്ന് വരുന്നത് പവർ ടു വെയിറ്റ് ഇഷ്യൂ ഉണ്ട്. അതായത് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ടു ദ ടോട്ടൽ വെയിറ്റ് അത് എത്ര കൂടുന്നോ, അതായത് പവർ കൂടണം വെയിറ്റ് കുറയണം, ആ രീതിയിലാകുമ്പോൾ വണ്ടിയുടെ റെസ്പോൺസ്, ടോട്ടൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഈസിബിലിറ്റി പവർ എല്ലാം വേരി ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇത് 175 കിലോഗ്രാമാണ് ഏപ്രിലയുടെ. നമ്മുടെ 650 ട്വിൻസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 200+ ആണ്. സോ ഓൾമോസ്റ്റ് 25 kg ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അതിന് പുറമെ ട്യൂണിങ്ങും ഇത് കുറച്ചുകൂടി സ്പോർട്സ് ഓറിയൻറ്റഡ് ട്യൂണാണ് ചെയ്തിരിക്കുന്നത്, പവർ ഓറിയൻറ്റഡ്. അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് അവിടെ നമുക്ക് കാണാം. ഇപ്പോൾ സ്പോർട്സ് അല്ലെങ്കിൽ ട്രാക്ക് ഓറിയൻറ്റഡ് ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ പോലും എനിക്കിവിടെ സിറ്റിയിൽ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭീകരമായ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന തരത്തിൽ ഒരു പവറും ഇല്ല. ഞാനിപ്പോൾ 4th ഗിയറിലും 5th ഗിയറിൽ 30-40 സ്പീഡ് വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 6th ഗിയറിൽ എങ്ങനെയായാലും ഒരു 50 km/h പോകാം. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇത് ജസ്റ്റ് ട്രാക്കിന് മാത്രമല്ല, നിങ്ങൾ പുറത്തൊരു നല്ല രീതിയിലൊന്ന് സ്മൂത്തായിട്ട് ഓടിക്കണമെങ്കിലും അതിനും ഈ വണ്ടി സപ്പോർട്ട് ചെയ്യും. പിന്നെ എൻജിൻ ഹീറ്റിങ് ഇതുവരെ എനിക്ക് ഹീറ്റൊന്നും അടിച്ച് വന്നിട്ടില്ല എൻജിന്ന്. പിന്നെ സിറ്റിയിൽ ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഹാൻഡിൽ ബാർ, അതായത് വണ്ടിയുടെ ടാങ്ക് കുറച്ച് വൈഡാണ്. അതായത് 13 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടും, 13 to എങ്ങനെയായാലും 20 ആ റേഞ്ചിൽ. സോ ഇങ്ങനെ 200 നമുക്ക് പ്രതീക്ഷിക്കാം, വിത്ത് റിസർവും കൂടി 2.5 ലിറ്റർ ഒഴിവാക്കിയ. സോ എനിവേ പറഞ്ഞു തന്നിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡിൽ ബാർ പ്രത്യേകിച്ച് ഗ്ലൗസും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ടേൺ അടിക്കുന്ന നേരത്തിൽ നല്ല രീതിയിൽ വളയ്ക്കുന്ന നേരത്ത് കൈ പോയിട്ട് ഹാൻഡിൽ തട്ടും, നമ്മുടെ ടാങ്കിൽ തട്ടും. എനിക്ക് അങ്ങനെ യൂട്ടേൺ അടിക്കാൻ നേരത്തെ പിന്നെ വണ്ടി കുറച്ച് ബാക്ക് എടുത്ത് മുന്നോട്ട് എടുക്കുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. സോ നമ്മളത് യൂസ്ഡ് ചെയ്യുമ്പോൾ സീനില്ല, കാരണം അത് നമുക്ക് അറിയാം കുറച്ച് ഇങ്ങനെയാണ്, അങ്ങനെ ആയി എടുക്കാം. പക്ഷേ ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫുൾ അടിക്കാൻ പറ്റണമെന്നില്ല, ടേൺ അടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെഗറ്റീവായിട്ടുള്ള ബട്ട് സ്റ്റിൽ അങ്ങനെ പറയേണ്ട കാര്യമാണ്. പിന്നെ ഡിസൈൻ
ഒടുക്കത്തെ റോഡ് പ്രശ്നം. ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എഞ്ചിനെ കുറച്ച് പറഞ്ഞു. അപ്പോൾ ഇനി ബാക്കി എന്ന് പറഞ്ഞാൽ 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, 3 മോഡ്സ് ഓഫ് റൈഡിംഗ് മോഡ്, ഇക്കോ, റെയിൻ ആൻഡ് സ്പോർട്സ് ആണ് 3 ലെവൽസ് വരുന്നത്. ഈ 3 ലെവൽസിലും പവർ സൂപ്പർ ബൈക്സ് പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഡിഫറൻസ് ഇല്ല. ഇറ്റ് ജസ്റ്റ് ചേഞ്ചസ് ഹൗ ക്യുക്ക് ഇസ് ത്രോട്ടിൽ റെസ്പോൺസ് സീസ്. റൈഡ് ബൈ വയറും വരുന്നുണ്ട്, പക്ഷേ ക്വിക്ക് ഷിഫ്റ്റ് വണ്ടിക്ക് വരുന്നില്ല. ക്വിക്ക് ഷിഫ്റ്റ് ഒരു അഡീഷണൽ ഓപ്ഷനാണ്. ആൻഡ് ഇറ്റ് കോസ്റ്റ് അറൗണ്ട് 29K to 30K. സോ ഓൾമോസ്റ്റ് നമുക്കൊരു വണ്ടിയുടെ ഒരു 5 പിടിക്കുകയാണെങ്കിൽ പോലും 530 അടുപ്പിച്ച് മാക്സ് ഇൻ മുംബൈ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോ ഇന്ത്യൻ മാനുഫാക്ചർഡ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ മാനുഫാക്ചർഡ് ആയെങ്കിൽ പോലും കുറച്ചുകൂടെ ഒന്ന് പ്രൈസ് കുറച്ച്, ഇല്ലെങ്കിൽ ക്വിക്ക് ഷിഫ്റ്റ് അഡീഷണൽ ഓപ്ഷൻ അല്ലാതെ ഇൻബിൽട്ട് വന്നിരുന്നെങ്കിൽ വളരെയധികം നല്ല കാര്യമാണ്. കാരണം ഇതിൻ്റെ ഓപ്പണൻസ് നോക്കുകയാണെങ്കിൽ ഓപ്പണൻസ് എന്ന് പറയുന്നത് യമഹ ഫേസർ R3, ദെൻ കാവാസാക്കി നിഞ്ച 500, മൊത്തം ജപ്പാനീസ് റൈവലറീസ്. ആൻഡ് അതിൽ പക്ഷേ കുറച്ച് പ്രൈസ് കൂടുതലാണ് ഇതിനെക്കാളും, കുറച്ച് 1.5 ലക്ഷം വരെ കൂടാം. ആൻഡ് ഇറ്റ്സ് ആൻഡ് ഹ്യൂജ് പ്രൈസ് ഡിഫറൻസ്. ഇറ്റ്സ് നോട്ട് ആൻ സിമ്പിൾ ഈവൻ 5K സംടൈംസ് ബിഗ്. സോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, അത് അത്യാവശ്യം നല്ലൊരു തുക തന്നെയാണ്, കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ഈ 3 റൈഡിംഗ് മോഡ്സിലും ഒപ്പം വരുന്ന വെച്ചാൽ പിന്നെ 3 ലെവൽസ് ഓഫ് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ട്രാക്ഷൻ 1, ട്രാക്ഷൻ 2, ട്രാക്ഷൻ 3. സ്പോർട്സിൽ ട്രാക്ഷൻ 1 ആണ് ഇൻബിൽട്ട്. ആൻഡ് കുറച്ചുകൂടി ഒരു സേഫ്റ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്പോൺസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ഷൻ 3ലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ബാക്കി TFT ഡിസ്പ്ലേ 5 TFT ഡിസ്പ്ലേയാണ് വരുന്നത്. എല്ലാം ഉണ്ട്. ഒരു പ്യുവർ ട്രാക്ക് ബൈക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിയർ ചാനലിൽ ABS ഓപ്ഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. കാരണം ട്രാക്കിൻ്റെ നേരത്ത് ട്രാക്ഷൻ കൺട്രോൾ ആസ് വെൽ ആസ് ABS 0 പറ്റുമെങ്കിൽ 0, അല്ലെങ്കിൽ ട്രാക്ഷൻ 1 പൊതുവെ ഇടാറ്. കാരണം അതിൻ്റെ ബെറ്റർ കൺട്രോളിങ്ങിന് വേണ്ടി, ഇല്ലെങ്കിൽ ബ്രേക്കിങ്ങിനാണെങ്കിൽ ചിലപ്പോൾ ആ എഫിഷ്യൻസി കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മാത്രമല്ല നമ്മൾ പവർ കൂടുതൽ അങ്ങനെ പോകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭങ്ങളിൽ നമുക്ക് ഈ വണ്ടിയിൽ ഈ സെറ്റപ്പ് ഉണ്ട്. അതിന് മാത്രമല്ല ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, വണ്ടിക്ക് ഗിയർ ബൂസ്റ്റർ ഇൻഡിക്കേറ്റർ ഉണ്ട്, സ്പീഡ് ഉണ്ട്, ആൻഡ് TFT ഡിസ്പ്ലേ. ഇറ്റ് ഹാസ് എവറിത്തിങ്. ക്ലച്ചും ഭയങ്കര ലൈറ്റാണ്, ഗിയർ ബോക്സും ഭയങ്കര പ്രിസിഷൻ ഗിയർ ബോക്സ് തന്നെയാണ്. പിന്നെ 320mm ഫ്രണ്ട് ഡിസ്കും 220mm റിയർ ഡിസ്കുമാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് എനിക്കത്ര ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ നല്ലതായി തോന്നിയില്ല. കാരണം ഒരു സ്പെസിഫിക് ടൈം ഓഫ് മൂവ്മെൻറ്റ് ഐ കുഡിൻ കൺട്രോൾ ദ ബൈക്ക് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ബ്രേക്ക്. വണ്ടി ആർക്കൊക്കെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സ്പോർട്സ് ബൈക്ക് വേണം ട്രാക്കിന്, ആൻഡ് ഡബിൾ സിലിണ്ടർ സ്യൂട്ടബിൾ ആണ്. കാരണം നിങ്ങളിപ്പോൾ ഒരു സിംഗിൾ സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അപ്ഗ്രേഡേഷൻ വേണം, അല്ലെങ്കിൽ R15 V3 യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു ട്രാക്കിന് വേണം. പിന്നെ സിറ്റി ട്രാഫിക്കിലൊക്കെ റോഡിലും ഹൈവേയിലൊക്കെ ഇടയ്ക്ക് ഒരു ട്രിപ്പിങ് അതിന് പറ്റും. അങ്ങനത്തെ ഒരു വണ്ടി വേണം. മാത്രമല്ല കംഫർട്ടബിളും വേണം. ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ഞാൻ ഇത്രയും വലിയൊരു സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്ക് പോലും പൊതുവെ യൂസ് ചെയ്യാറില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ്, ഫ്യൂ ഉണ്ട്. സോ എനിക്ക് ഇത് ഓടിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടേ തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് വെച്ചാൽ നോർമലി പോലെ അറിയാലോ V3 ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അതായത് കുറേ പേർക്ക് ഹാൻഡ് പെയിൻ അല്ലെങ്കിൽ നടുവിന് വേദന വരുന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ അങ്ങനെയായിരുന്നു. ഇതിൽ അങ്ങനത്തെ റോ അല്ലെങ്കിൽ ഡിസ്റ്റർബിങ് പൊസിഷൻ അല്ല, കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. സോ അത്തരത്തിൽ കംഫർട്ടും വേണം എന്നുള്ള ഒരാൾക്ക് നോക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ആൻഡ് യു ക്യാൻ ലുക്ക് ഇൻ ടു ദ അതർ ബൈക്സ് ടു, ആസ് ഐ മെൻഷൻ അതർ ജപ്പാനീസ് റൈവലറീസ് ടു. ഇതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പ്രൈസ് കുറവാണ്. പിന്നെ ഇന്ത്യൻ മാനുഫാക്ചേർഡാണ്. ഇന്ത്യൻ മാനുഫാക്ചറിൻ്റെ അഡ്വാൻറ്റേജ് വാട്ട് ഐ ഫീൽ ലൈക്ക് ഈസ് എൻ്റെ പാർട്സാണ്. കാരണം ഇന്ത്യൻ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പാർട്സ് കുറച്ചുകൂടെ ഈസിലി അവൈലബിൾ ആവും. കാരണം ഇന്ത്യൻ പ്ലാൻസിലാണല്ലോ ഇതിൻ്റെ ആക്സസറീസ് ഉണ്ടാകുന്നത്. ബാക്കി സപ്പോസ് ഇഫ് ഇറ്റ് വാസ് ലൈക്ക് ഇറ്റ് കെയിം ഫ്രം ഇറ്റാലിയൻ, അത്ര സജസ്റ്റില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ അത് അവിടുന്ന് വരണം, അതിനുള്ള ടൈം പിടിക്കും. സോ അത്തരത്തിലൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇതും ഫേസർ R3 ഒക്കെ എന്ന് വെച്ചാൽ ഒരു പ്രീമിയം ബൈക്കുകളാണ്. ഈ ഏപ്രിലിയും യമഹയും സെയിൽ ചെയ്യുന്നത്. അതായത് എല്ലാ ഷോറൂമിലും ഇതൊരു സെയിൽസോ സർവീസില്ല. സോ അതൊരു മേ ബി ഏപ്രിലിയുടെ ആഫ്റ്റർ സെയിൽസ് സർവീസ് കുറച്ച് മോശമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബട്ട് എനിവേ ഈ ഷോറൂമിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് 2 പീപ്പിൾ, അവിടെ 2 പേരെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു. അവർ രണ്ടും ജസ്റ്റ് ഫോർ ദിസ് ഏപ്രിലി RS പെർഫെക്റ്റ് എന്നാണ് പറഞ്ഞത്. സോ അതൊരു നല്ല കാര്യമാണ്. ബട്ട് ലെറ്റ്സ് ചെക്ക് ഹൗ ഇറ്റ് വിൽ ബി ആഫ്റ്റർ സെയിൽസ്. അതാണ് അതിൻ്റെ അവസ്ഥ. പിന്നെ ഇറ്റാലിയൻ ഏപ്രിലിയ എനിക്ക് തോന്നുന്നു ഇറ്റാലിയൻ അവിടെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ആ ഫ്രണ്ടിലെ വിങ്സൊക്കെ ഒരു രക്ഷയില്ല, സത്യമായിട്ടും വേറെ രക്ഷയില്ല. ഓക്കെ, ദെൻ ഐ ഫോർഗോട്ട് ദി സസ്പെൻഷൻ.
it's a track bike, you know. So obviously you must be knowing that they hard tune it for that hard surface ആയില്ല. കാരണം എന്ന് വെച്ചാൽ അറിയാമല്ലോ അതിനു വേണ്ടി. റിയറിൽ മോണോഷോക്കും ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് വരുന്നത്. സോ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അതല്ല കുറച്ച് സിറ്റിയിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ട്യൂൺ ഐ മീൻ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്ത് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതിന് യാതൊരുവിധ കുഴപ്പവും വരുന്നില്ല. സോ കമ്മിങ് ടു ദ ഫൈനൽ ഒപ്പീനിയൻ, പവർ ഡീസൻ്റ് ആണ്, പ്രൈസിങ് ഡീസൻ്റ് ആണ്, ഫീച്ചേഴ്സ് അടിപൊളിയാണ്, റദർ ക്വിക്ക് ഷിഫ്റ്റർ ഇതൊക്കെ സെറ്റാണ്. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയ രണ്ട് കാര്യം, ഒന്ന് വെച്ചാൽ ബ്രേക്കിംഗ്, രണ്ടാമത്തെ വരുന്നത് വെച്ചാൽ അത് ഉറപ്പില്ല ബട്ട് ആഫ്റ്റർ സെയിൽ സർവീസ്. സോ ദിസ് ഇസ് ദ വീഡിയോ, വിൽ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടർ ദെൻ ബൈ.